ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കുടിച്ചു തീർക്കുന്നതും പുകച്ചു കളയുന്നതും നുണഞ്ഞ് ആസ്വദിക്കുന്നതും ഞാനാണെങ്കിൽ, ബന്ധങ്ങൾക്ക് വേണ്ടി കേഴുന്നതും സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നതും എൻ്റെ കുടുംബമാണ് എന്നൊരു ചിന്ത ഈ നാളുകളിൽ നമ്മെ ഭരിക്കട്ടെ. ലഹരി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിപത്ത്. എന്നാൽ ആ വാക്കിൽ തെറ്റൊന്നുമില്ല. ആ വാക്ക് എപ്രകാരം ഉപയോഗിക്കുന്നു എന്നയിടത്താണ് ശരിയും തെറ്റും നിറഞ്ഞിരിക്കുന്നത്. മനസ്സിനെ വലിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒരു അഗാധമായ അർത്ഥം ലഹരിയുടെ സംസ്കൃത വാക്ക് പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. മനസ്സിനെ വലിച്ചു കൊണ്ടുപോവുക. നമ്മുടെ മനസ്സിനെ എന്താണ് വലിച്ചു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകേണ്ടത് മദ്യമല്ല. നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകേണ്ടത് പുകകളല്ല. നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകേണ്ടത് ലഹരികളല്ല, സിന്തറ്റിക് ലഹരികളുമല്ല. നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകേണ്ടത് മറ്റേതെങ്കിലും ദൈവികമല്ലാത്ത ചിന്തകളുമല്ല. നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകേണ്ടത് ദൈവ സ്നേഹമാണ്. ദൈവസ്നേഹം നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. ക്രിസ്തുവെന്ന ആഴമായ ലഹരി. പ്രിയമുള്ളവരെ, ദൈവമെന്ന ആ ഒരു ലഹരിയെ നാം അനുഭവിച്ചു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ, ഈ ലോകത്തിലെ ഒന്നിനെയും അതിനോട് ചേർക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ വലിച്ചു കൊണ്ടുപോവുക മനസ്സിനെ. എന്തിലോട്ട് വലിച്ചു കൊണ്ടുപോവുക? ദൈവവുമായുള്ള ബന്ധത്തിലോട്ട് മനസ്സിനെ വലിച്ചു കൊണ്ടുപോവുക. ക്രിസ്തുവുമായുള്ള ബന്ധത്തിലോട്ട് മനസ്സിനെ വേഗത്തിൽ കൊണ്ടുപോവുക. വചനവുമായുള്ള ബന്ധത്തിൽ മനസ്സിനെ വലിച്ചു കൊണ്ടുപോവുക. പ്രാർത്ഥനയുമായുള്ള ബന്ധത്തിൽ മനസ്സിനെ വലിച്ചു കൊണ്ടുപോവുക. ദൈവവുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് മനസ്സിനെ വലിച്ചു കൊണ്ടുപോവുക. മനസ്സിനകത്ത് ദൈവത്തെ സന്തോഷത്തോടുകൂടെ ഇരുത്തുക. മനസ്സിനെ ഈ ഒരു ലഹരിയിലേക്കാണ് വലിച്ചു കൊണ്ടുപോകേണ്ടത്, അല്ലാതെ ലോകത്തിൻ്റെതായ ലഹരികളിലേക്കല്ല. ഫ്രോഗ് തിയറി എന്നൊരു തിയറി വളരെ ശ്രദ്ധേയമാണ്. ഫ്രോഗ് തിയറി: ഒരു പാത്രം ചൂടുവെള്ളത്തിലേക്ക് ഒരു തവളയെ എടുത്തിട്ടാൽ ആ തവള ഉടനെ തന്നെ അവിടെ നിന്ന് ചാടി അത് രക്ഷപ്പെടും. എന്നാൽ വളരെ തണുത്ത ഒരു പാത്രം ജലത്തിൽ ഒരു തവളയെ അതിനകത്താക്കിയിട്ട്